ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5 കാഷ്യൂ നട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ടിന് പകരം കപ്പലണ്ടിയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സും മുന്തിരിയും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പഞ്ചസാരയും തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഉരുകി തേങ്ങയിൽ ലയിച്ചു ചേരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഏലക്കപ്പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ ഇറങ്ങി ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് തേങ്ങയിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് അളവിൽ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു തിക്ക് പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു തിക്ക് പരുവത്തിൽ മാവ് കുഴച്ചെടുക്കാം. ഇനി ഇത് മാറ്റിവെക്കാം. പഴം നിറച്ചത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 4 നേന്ത്രക്കായ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 4 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞെടുത്ത നേന്ത്രപ്പഴം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ 2 അറ്റവും കട്ടാവാതെ സെൻട്രൽ ഭാഗത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നിറച്ചു കൊടുക്കാം. പഴത്തിനകത്ത് ഇതുപോലെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഫില്ല് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ച് ഇത് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. മിക്സ് വെച്ചതിന് ശേഷം ബാറ്റർ വെച്ച് ഇതേപോലെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിലിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി തിരിച്ചും മറിച്ചും വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
പഴം നിറച്ചത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.